വീഡിയോ ചെയ്തിട്ടു. അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായി. അതാണ് എന്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ. ഇപ്പോഴും ആ ഒരു സമയത്ത് തന്നെയായിരുന്നു മോണിറ്റൈസേഷൻ ആവുന്നത് വരെ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പലതവണ ഞാനത് 7 മണിക്ക് ശേഷമുള്ള ഒരു സമയം ആക്കണമെന്ന്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ള കാര്യം വീഡിയോയുടെ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കാരണം ഞാനിതൊരു വൈകിട്ട് ആ ഒരു സമയത്താണ് എടുക്കുന്നത്. നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ പോയിട്ടിരിക്കുകയാണ്. നമുക്ക് വേറെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. കാരണം എന്നെപ്പോലെ തന്നെ യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നത് നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ തന്നെ ഇങ്ങനെ എൻഗേജ് ആയിട്ട് നിൽക്കുമ്പോൾ, അതായത് നമ്മളിങ്ങനെ ഈ ഒരു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നു. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കല്ലോ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഓരോന്ന് കണ്ടുപിടിയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഓരോന്ന് പഠിച്ചെടുത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറെ ആയി ഇങ്ങനെ ഫേസ് ടു ഫേസ്, അതായത് ക്യാമറ ഇങ്ങനെ ഫേസ് അങ്ങനെ വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറെ ആയിട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ സംഭവം എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും തമിഴിൽ കണ്ടപ്പോൾ. എന്റെ ചാനലിൽ ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇടാറുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 7-8 മാസത്തിന്റെ അടുത്തായിട്ട് കൃത്യമായിട്ട് വീഡിയോ ഇടാറുണ്ടായിരുന്നു. എന്നിട്ടും എന്റെ ചാനൽ എനിക്ക് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ടൈം എടുത്തു. അതായത് 7-8 മാസം കഴിഞ്ഞിട്ടാണ് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അത് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ എടുത്തിട്ട്. അത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ പല ചാനലിലും ഇങ്ങനത്തെ ടെക് വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുന്ന ടൈമിൽ അവർ പലതും പറയുന്നത് കിട്ടുന്നത് നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ 1 മാസത്തിനുള്ളിൽ മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും, 3 മാസത്തിനുള്ളിൽ ആക്കാൻ പറ്റുന്നൊക്കെ. പക്ഷെ ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇട്ടിട്ടും ഇത്രയും ടൈം എന്തുകൊണ്ട് എടുത്തു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ വീഡിയോ ഇടാറുണ്ടായിരുന്നു, ഡെയിലി ഞാൻ വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രത്യേക ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ ആയിരുന്നില്ല ഇടാറ് കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ എങ്ങനെ ബിഗിനേഴ്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ, മോണിറ്റൈസേഷൻ ആയവരുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഒരേ കാറ്റഗറി ആയിരിക്കും. ചിലപ്പോൾ അവര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ടാവുക ഒരേ കാറ്റഗറി ആയിരിക്കും. അതായത് ക്രാഫ്റ്റ് ആണെങ്കിൽ ക്രാഫ്റ്റ്, അല്ലെങ്കിൽ ഡെയിലി ബ്ലോഗോ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ചാനലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ചാനലുകളാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള വീഡിയോസ് ആയിരിക്കും എടുത്തിട്ട് ഇടുന്നുണ്ടാവുക. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ഒരു മോണിറ്റൈസേഷൻ ആവുന്നതിന് മുന്നേ ഒക്കെ ഞാൻ ഡെയിലി എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്രാഫ്റ്റ് വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. പിന്നെ റിയാക്ഷൻ വീഡിയോ പോലത്തെ അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വ്ളോഗും കാര്യങ്ങളും അങ്ങനത്തെ അതും വല്ലപ്പോഴും ഇടാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിരുന്നു. ഞാൻ കലപില്ല, അതായത് ഇന്ന കാറ്റഗറി അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇടുമായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ഡെയിലി വീഡിയോ ഇടണം, എങ്ങനെയെങ്കിലും ഇതൊന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കണം. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യും. ഈ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ നമുക്ക് ദിവസവും ഇങ്ങനെ ക്രാഫ്റ്റ് വീഡിയോസ് അങ്ങനെ എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ എടുത്തു വെക്കും, എന്തെങ്കിലും ചെറിയ ബ്ലോഗോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അപ്പം ഉണ്ടാവുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടാവില്ല, അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്ത വീഡിയോ അങ്ങനെയൊക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമില്. അപ്പൊ ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഒരു കാറ്റഗറി ആയിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം, ഒന്നാമത്തെ കാരണം അതായിരിക്കാം എനിക്ക് തോന്നുന്നു. പ്രത്യേക ഒരു കാറ്റഗറി അല്ലാതെ കണ്ട വീഡിയോസ് ഒക്കെ എടുത്തിടുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു മോണിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ വൈകിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം എനിക്ക് മനസ്സിലായിട്ടത്, ഞാൻ കൂടുതലായിട്ടും ലോങ് വീഡിയോസ് ആയിരുന്നു ഇടാറുണ്ടായിരുന്നത്. ഷോർട്സ് നമുക്ക് ഇടാൻ ഞാൻ ഷോർട്സ് അങ്ങനെ ഇടാറുണ്ടായിരുന്നു കേട്ടോ. മോണിറ്റൈസേഷന് മുൻപ് ഞാൻ ഷോർട്സ് അങ്ങനെ വളരെ കുറവായിരുന്നു. ഷോർട്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ ചാനലിന് നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. നമുക്ക് ഷോർട്സ് ഇങ്ങനെ കുറെ ഇടുന്ന ടൈമിൽ, ഒരുപാട് ഷോർട്സ് ഇടുന്ന ടൈമിൽ അത് നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തും. അതേസമയം നമ്മൾ ലോങ് വീഡിയോ ഇടുന്ന ടൈമിൽ അത് കുറച്ച് പേർക്ക് മാത്രം യൂട്യൂബിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഈ ഒരു ഷോർട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടുന്ന ടൈമിൽ ഒരുപാട് പേർക്ക് യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലോങ് വീഡിയോ വെച്ചാൽ വളരെ കുറവാണ് കേട്ടോ. അപ്പം രണ്ടാമത്തെ കാരണം അതായിരിക്കാം. പിന്നെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വീഡിയോന്റെ ക്ലാരിറ്റി ആണ്. എന്റെ വീഡിയോക്ക് നല്ല രീതിയിലുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, അതെനിക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴൊന്നും കൂടുതൽ ഷോർട്സും കാര്യങ്ങളൊന്നും ഇടാണ്ടിരുന്നത്. കാരണം നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുന്ന ടൈമിൽ നല്ല ക്ലാരിറ്റി വേണം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ സാധാരണ നമ്മളാണെങ്കിൽ പോലും ഒരു വീഡിയോ ഇങ്ങനെ കാണുന്ന ടൈമിൽ അതിന് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമ്മളത് സ്ക്രോൾ ചെയ്ത് പോകാനല്ലോ. പക്ഷെ ലോങ് വീഡിയോ അങ്ങനെയല്ല. ലോങ് വീഡിയോ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കണ്ടന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരിത്തിരി ക്ലാരിറ്റി കുറവാണെങ്കിലും അത് നമുക്ക് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അതായത് ആവശ്യമുള്ളവർക്കായിരിക്കല്ലോ യൂട്യൂബ് അത് റെക്കമെൻഡ് ചെയ്യുന്നല്ലോ. അപ്പൊ അവർക്കത് വേണമെങ്കിൽ അവരത് ഇത്തിരി ക്ലാരിറ്റി കുറവാണെങ്കിൽ കാണും. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഷോർട്സ് മാത്രമേ എല്ലാവരും ഇങ്ങനെ കൂടുതലായിട്ട് കാണൂ. അപ്പൊ അത് ഒരുപാട് ആൾക്കാർ കൃത്യമായിട്ട് അതിന്റെ അത് എൻഗേജഡ് ആവുന്നുണ്ട്. അതായത് ഒരു മിനിറ്റുള്ള ഷോർട്സിൽ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 10-20 സെക്കൻഡെങ്കിലും ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അത് യൂട്യൂബ് ഒരുപാട് ആളിലേക്ക് എത്തിക്കൂ. അപ്പൊ എന്റെ ഷോർട്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്ലാരിറ്റി നല്ല രീതിയിൽ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ കുറച്ച് പേര് കണ്ടാലും അത് 10 സെക്കൻഡ് കൂടുതൽ ചിലപ്പോൾ കാണാൻ തോന്നില്ല. അതുകൊണ്ട് ആ ഒരു സംഭവം ഞാൻ ഷോർട്സ് ഇട്ടാലും അത് സ്റ്റക്കായി നിൽക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്സിന്റെ അത് ശ്രദ്ധിക്കാറേ ഉണ്ടായിരുന്നില്ല. എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവണം. അപ്പൊ അതിന് നമ്മൾ ലോങ് വീഡിയോസ് ആണല്ലോ ഇടേണ്ടത്. അപ്പൊ ഞാൻ എപ്പോഴും ലക്ഷ്യം വെച്ചിരുന്ന അതായിരുന്നു കേട്ടോ.
അപ്പം നമ്മുടെ വീഡിയോന്റെ ക്ലാരിറ്റി ഒരു മെയിൻ ആയിട്ടുള്ള ഘടകമാണ്. ലോങ് വീഡിയോ ഇടുന്നതാണെങ്കിൽ പോലും നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. എങ്കിലും ഞാൻ കുറെയൊക്കെ ശ്രദ്ധിച്ചിട്ട് പകൽ ആ ഒരു പകൽ സമയത്ത് തന്നെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ കൂടുതലായിട്ടും എടുക്കാറ് കേട്ടോ. എങ്കിലും ചെറിയ രീതിയിലൊക്കെ ക്ലാരിറ്റി കുറവുണ്ട്. മൂന്നാമത്തെ കാരണം അതായിരിക്കാം എന്റെ ഈ ഒരു മോണിറ്റൈസേഷൻ വൈകിയതിന്റെ കാരണം. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, ഞാൻ വീഡിയോ ഇടുന്ന സമയമാണ്. ഞാൻ ഉച്ചയ്ക്ക് ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് 2 മണി ആ ഒരു സമയത്തായിരുന്നു ലോങ് വീഡിയോ ഇടാറ്. അപ്പൊ ഈ ഒരു ലോങ് വീഡിയോ ഇടുന്ന ടൈമിൽ ഞാൻ ആദ്യമേ ആ ഒരു സമയം ശീലിച്ചു വന്നു. അതായത് 2 മണി എന്നുള്ള ആ ഒരു സമയത്ത് തന്നെ വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ തുടങ്ങിയതുകൊണ്ട് പിന്നീട് അത് മാറ്റണോ വേണ്ടിയോ, കാരണം ആ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാവരും ബിസി ആയിരിക്കുന്ന സമയമാണ്. ആരും അങ്ങനെ ഫോണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. കാരണം എല്ലാവർക്കും ഉച്ച സമയം എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് അധികം ഫോണും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. പക്ഷെ പലതവണ എനിക്ക് ആ ഒരു സമയം മാറ്റിയിട്ട് വേറൊരു സമയം ആക്കണം, അതായത് 7 മണിക്ക് ശേഷമുള്ള ഒരു സമയം ആക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ അതിങ്ങനെ വിശ്വസിച്ച് പോരാണ്. കാരണം ഒരേ സമയത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ വീഡിയോക്ക് റീച്ച് ഉണ്ടാവുക. അപ്പം ഞാനിപ്പം 1-2 മാസമായിട്ട് ആ ഒരു സമയത്ത് തന്നെയാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ഈ ഒരു സമയം മാറ്റിയാൽ എങ്ങാനും എന്റെ വ്യൂ ഉള്ളതിലൊക്കെ കുറഞ്ഞു പോവോ, അല്ലെങ്കിൽ എന്റെ ചാനൽ ഇങ്ങനെ റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ യൂട്യൂബ് നിർത്തുവോ, അപ്പൊ നമ്മുടെ വീഡിയോസ് ഒന്നും പോകില്ലല്ലോ, അപ്പൊ നമുക്ക് റീച്ച് ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു ടെൻഷൻ കൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു മോണിറ്റൈസേഷൻ ആവുന്നത് വരെ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ ഉച്ചയ്ക്ക് ആ ഒരു സമയത്തിനെക്കാട്ടും കൂടുതൽ നല്ലത് 7 മണിക്ക് ശേഷമുള്ള, അതായത് വൈകിട്ട് 7 മണിക്ക് ശേഷമുള്ള സമയമാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് എപ്പോഴും നമ്മൾ 7 മണിക്ക് ശേഷമുള്ള സമയമാണ് ചൂസ് ചെയ്യുക. 7 മണി 7:20 അങ്ങനെ ആ ഒരു 7:30 ഉള്ളിലുള്ള സമയം, അല്ലെങ്കിൽ 8 മണി ആ ഒരു സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെ ഷോർട്സ് ഞാൻ ഇപ്പോഴും ആ ഒരു സമയത്ത് തന്നെയാണ് അപ്ലോഡ് ചെയ്യാറ്. അപ്പം 7 മണിക്ക് ശേഷം ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ആ ഒരു ഷോർട്സിനൊക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടാൻ തുടങ്ങി. അപ്പൊ സമയം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇതിൽ ഞാൻ കൃത്യമായിട്ട് വീഡിയോസ് ഇട്ടിട്ട് 8 മാസം എടുത്തിട്ടാണ് എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. പക്ഷെ നമ്മൾ എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ചിലർക്ക് ലക്കിന്, അതായത് നല്ല ഭാഗ്യമുള്ളവരാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജസ്റ്റ് കയറി പോകും. പക്ഷെ ഞാൻ ഏകദേശം 7-8 മാസത്തോളം കൃത്യമായിട്ട് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതൊന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുത്തത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം, അല്ലെങ്കിൽ ഇങ്ങനത്തെ തെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു സമയം, ഫോണിന്റെ ക്ലാരിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പൊ ഉറപ്പായിട്ടും അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മുടെ കാറ്റഗറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം തന്നെ. കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് തന്നെയാണ് ഇടുന്നതെങ്കിൽ ക്രാഫ്റ്റിന്റെ ചാനൽ ആണെങ്കിൽ അത് മാത്രം കൊണ്ടുപോകുക, കുക്കിങ്ങിന്റെ ആണെങ്കിൽ അത് മാത്രം. അങ്ങനെ കൊണ്ടുപോകുന്ന ടൈമിലായിരിക്കും യൂട്യൂബ് നമ്മുടെ ചാനൽ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുക. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഡെയിലി വ്ലോഗ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് കുറെ വീഡിയോസ് അങ്ങനെ ഇട്ട് വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി ഒരു ക്രാഫ്റ്റ് വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഞാൻ ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്തിട്ടു. അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായി. അതാണ് എന്റെ ചാനൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ ഇപ്പോഴും. അപ്പം ആ ഒരു സമയം റീച്ച് ആയപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, ഇപ്പം ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടക്കിടക്ക് ഇടാം. അങ്ങനെ ഇടയ്ക്കൊക്കെ ഇടുന്ന ടൈമിൽ ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോസ് മാത്രം കൂടുതൽ റീച്ച് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അറിയാതെ ക്രാഫ്റ്റിലേക്ക് തന്നെ തിരിഞ്ഞു. ക്രാഫ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവമാണ്, അപ്പൊ അതിലേക്ക് തന്നെ തിരിഞ്ഞു. പക്ഷെ നമുക്ക് എപ്പോഴും ക്രാഫ്റ്റ് വീഡിയോസ് ഇങ്ങനെ എടുത്തിടാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഡെയിലി പോകും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കുമ്പോഴല്ല ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് അതിനൊരു സമയമൊക്കെ വേണം. അപ്പം അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഞാൻ വേറെ ഏതെങ്കിലും ഒരു ദിവസം ഒരു ഈവനിങ് വ്ലോഗോ അല്ലെങ്കിൽ മോർണിംഗ് റൂട്ടീനോ അല്ലെങ്കിൽ ഒരു ഡേ ലൈഫോ എന്തെങ്കിലും എടുത്തേക്കും അത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ചാനൽ ഈ ഒരു യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവർക്കായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഡെയിലി വ്ലോഗ് ഇടുന്ന ടൈമിൽ അവർക്കത് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നവരായിരിക്കും. പിന്നെ നമ്മൾ പോപ്പുലർ ഒന്നല്ലാത്തതുകൊണ്ട് ആരും അറിയാത്ത ഒരാളുടെ ലൈഫിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെയാണെന്ന് ആർക്കും അറിയണ്ടല്ലോ. അപ്പൊ ആ ഒരു വീഡിയോ ഒന്നുകിൽ അത് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് അത് കാണില്ല, ജസ്റ്റ് നമ്മൾ കണ്ട സ്ഥിതിക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുമായിരിക്കും. പക്ഷെ അതിനുശേഷം കാണാനുള്ള താല്പര്യം ഉണ്ടാവില്ലല്ലോ. സോ അങ്ങനെ ഇപ്പം 100 പേർക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്തു, അതിൽ 80 പേര് അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയാലും നമ്മുടെ ചാനൽ ആ ഒരു വീഡിയോ അവിടെ സ്റ്റെക്കായി നിൽക്കും, നമ്മുടെ ചാനലിൽ സ്റ്റെക്കായി അവിടെ കിടക്കും. പിന്നെ അത് കൂടുതൽ റെക്കമെൻഡേഷനും കാര്യങ്ങളും പോകില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം തോന്നുന്നു ഇത്രയും കാലം എന്റെ ഒരു മോണിറ്റൈസേഷൻ വൈകാനുള്ള ഒരു കാരണം എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. അപ്പം എന്തായാലും എനിക്ക് അറിയുന്ന ഒരു ചെറിയ അറിവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് വിചാരിച്ചതാണ്. അപ്പം ഈ ഒരു തെറ്റും കാര്യങ്ങളൊക്കെ ആരും ആവർത്തിക്കാണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പൊ വേറൊരു വീഡിയോ കാണാം. ടാറ്റാ.